പരിശുദ്ധ അമ്മയുടെ ഒരു കീർത്തനം ആലപിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമാതാവേ, ആശ്രിതർക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. മേരി മനോജ്ഞേ ദൈവമാതാവേ, ആശ്രിതർക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. പാപത്തിൻ ചുഴിയിൽ അലയുന്ന ഞങ്ങൾ ആനന്ദമെന്നെ കേടിടുന്നു. പാപത്തിൻ ചുഴിയിൽ അലയുന്ന ഞങ്ങൾ ആനന്ദമെന്നെ കേടിടുന്നു. പൊൻകരം നീട്ടി ശാന്തി തന്നാട്ടിൽ ആനയിക്കൂ ഞങ്ങളെ, ആനയിക്കൂ ഞങ്ങളെ. മേരി മനോജ്ഞേ ദൈവമാതാവേ, ആശ്രിതർക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്ക് സ്തുതി കൊടുത്ത് നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്ക ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ 18ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ജൂലൈ 31, 18ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ വേണ്ടാത്ത ജഡം. ദൈവത്തെ താല്പര്യമില്ല, ദൈവിക കാര്യങ്ങളോട് താല്പര്യമില്ല, ദൈവത്തോട് ടേസ്റ്റ് ഇല്ല. ദൈവത്തെ വേണ്ടാത്ത ജഡം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൽ വളരെ വ്യക്തമായ വിധം ദൈവം താക്കീത് നൽകിയിരിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വളരെ ഉത്സാഹത്തോടെ ആരംഭിക്കും, നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ വരുന്ന ഒരു കാര്യമാണ് നിരുത്സാഹം, താല്പര്യമില്ലായ്മ. ദൈവിക കാര്യങ്ങൾ ഒഴിവാക്കാൻ തോന്നുക, കുറയ്ക്കാൻ തോന്നുക, ജഡത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മുഴുകാൻ ആവേശം വരിക. ദൈവത്തെ വേണ്ടാത്ത ജഡം എന്നെയും നിങ്ങളെയും കീഴടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. അവിടെ നമുക്ക് നിർത്താം. ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞാൽ എന്ത് മനോഭാവമാണത്? ആ മനോഭാവമാണ് എനിക്കിനി ദൈവത്തിൻ്റെ ആവശ്യമില്ല, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്, ഞാൻ എന്താച്ചാൽ വേണ്ടത് ചെയ്തോളാം, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്ക് ആവശ്യത്തിനുള്ളത് എൻ്റെ കയ്യിലുണ്ട്, ഐ ആം ഓക്കെ. ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കോംപ്ലക്സ്, ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ദുഷ്പ്രഭുത്വം, ഒരു ദുരദൃഷ്ട ഒരു തിന്മയുടെ ഒരു അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ മുച്ചൂടും തകർത്ത് കളയും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ഞാൻ ധനവാനാണ്, എനിക്കിനി അധികം എക്സ്ട്രാ ഒന്നും വേണ്ട, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. ഇതൊരു മെൻറ്റാലിറ്റിയാണ്. ഇത് ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളെ തകർത്ത് കളയുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. ദൈവത്തിൽ നിന്നൊന്ന് സ്വീകരിക്കാൻ താല്പര്യം, ദൈവത്തിൻ്റെ അടുത്തേക്കേ പോകാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് വാണ്ട്. ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി, ഇങ്ങനത്തെ സ്പിരിറ്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 20 വരെ വാക്യങ്ങൾ വായിക്കാം. സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 14, 15-20 വിവാഹ വിരുന്നിൻ്റെ ഉപമയാണ്. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ തണുപ്പ് അല്ലെങ്കിൽ ചൂട്. തണുപ്പുള്ള ആളുകൾ അവർ പാപത്തിലാണ്, അവർ വിചാരത്തിലാണ്, അവർ കൊലപാതകത്തിലാണ്. പക്ഷേ അവരുടെ ഉള്ളിലുണ്ട് ദൈവം വലിയവനാ, സ്വർഗരാജ്യത്തിലേക്ക് സ്വർഗരാജ്യം വലുതാ, അവിടെ എത്തുവാണെങ്കിൽ നല്ലതായിരുന്നു, ദൈവമേ ഒരു ഭാഗ്യം തന്നാൽ എനിക്ക് എത്താൻ പറ്റും. പക്ഷേ ഞാൻ ഇപ്പോൾ അശുദ്ധനാണ്, എനിക്ക് പറ്റുന്നില്ല, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനാണ്, ഞാൻ നിർഭാഗ്യ പാപിയാണ്, എനിക്ക് എത്തിയാൽ മഹാഭാഗ്യമാണ് സ്വർഗം എന്നവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അറ്റൈൻ ചെയ്യാൻ പറ്റണില്ല. പുണ്യ പരിപൂർണതയുള്ളവർ അങ്ങനെ തന്നെയാണ്. പുണ്യ പരിപൂർണതയുള്ള 100% ഓക്കെയാണ്. അവർ അതിനു വേണ്ടി എല്ലാം ത്യജിച്ച്, എല്ലാം സഹിച്ച്, എല്ലാം നഷ്ടപ്പെടുത്തി അതിനു വേണ്ടി ഓടി ആ കിരീടത്തിന് വേണ്ടി അടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഭാഗ്യമായിട്ട് കരുതും. അപ്പോൾ അധപതിച്ച് കിടക്കുന്നവരും ഭാഗ്യമായിട്ട് കരുതുന്നു, ഓടി അങ്ങ് അറ്റത്തേക്ക് എത്താറായവരും സ്വർഗരാജ്യം ഭാഗ്യമായി കരുതുന്നു. എന്നാൽ ഇതിനിടയിലൊരു കൂട്ടരുണ്ട്, മന്ദോഷ്ണർ, ജഡത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ.
അവർക്ക് ഇതൊന്നും ഒരു വിലയുള്ള കാര്യമല്ല. ഇത് അങ്ങോട്ട് എടുത്തു മാറ്റേണ്ട ഒരു വിഷയമാണ്. ഇതില്ലായിരുന്നെങ്കിൽ എന്ന് ഇല്ലായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നൊരു ഗണമാണത്. തുടർന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ ഇത് ഒരു മനുഷ്യൻ പറയാണ്, ഈശോയോട് പറയാണ്, ഈശോയെ, സ്വർഗരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ എത്ര ഭാഗ്യവാൻ. ഉടനെ യേശു പറഞ്ഞു, ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ വിളിച്ചു. വരുവിൻ വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? താല്പര്യമില്ല. വിരുന്നുണ്ട്, ഓക്കെ, അവിടെ എല്ലാ സാധനവും ഉണ്ട്, ഓക്കെ, അതിന് എതിർക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ. ഇപ്പം താല്പര്യമില്ല, ഇതൊന്ന് ശല്യം, ഐ ഡോണ്ട് കെയർ, അതൊന്നും വേണ്ട. താല്പര്യമില്ലായ്മ, നിരുത്സാഹം, ആത്മീയ മന്ദത. ഒരുവൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി, എനിക്ക് അത് പോയി കാണാം. വലിയൊരു വിരുന്നിന് അദ്ദേഹം പറഞ്ഞ ഒരു മുടന്തൻ ന്യായം കണ്ടില്ലേ, എനിക്കൊരു വയലുണ്ട്, അവിടേക്കൊന്ന് പോകണമെന്ന്. ഇതിന് മുമ്പ് വയൽ അവിടെ ഉള്ളതാണ്, ഇതിന് ശേഷം അവിടെ ഉള്ളതാണ്. ഈ വിരുന്നിന് ക്ഷണമൊക്കെ നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ആ മൂക്കത്താണ് അവന് വയലിൽ പോകാൻ തോന്നാൻ. അതെന്താ? ജഡത്തിൻ്റെ പ്രവണതയാണത്. താല്പര്യമില്ല, ഐ ടേസ്റ്റ് ഇല്ല, അതിനെ വിലമതിക്കുന്നില്ല. ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന് പറഞ്ഞ ആ മെൻറ്റാലിറ്റി ഇവിടെ ഭരിക്കുകയാണ്. അടുത്തത്, ഞാനൊരു 5 കോടി കാളകളെ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ 1 by 1 ആയിട്ട് അവർ ഓരോരുത്തരും, ഇപ്പോൾ 3 പേരെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, 3 അല്ല, ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാവർക്കും അവരവരുടെ മുട്ടായുക്തിയുണ്ട്, ഒഴിവ് കഴിവുണ്ട്. മുട്ടായുക്തിയും ഒഴിവ് കഴിവും മുടന്തൻ ന്യായങ്ങളുമായിട്ട് ആത്മീയ മണ്ഡലത്തിൽ എന്നെയും നിങ്ങളെയും മുച്ചൂട് നശിപ്പിക്കുന്ന ഒരു പ്രകൃതമുണ്ട് ഈ ജഡത്തിൽ. ആ പ്രകൃതത്തിൻ്റെ പേരാണ് നിരുത്സാഹം, താല്പര്യമില്ലായ്മ, ഉപേക്ഷയുടെ പ്രകൃതം. അതിനോടൊരു ഒരു ടേസ്റ്റ് ഇല്ല. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 2. എഫേസൂസിലെ സഭയോട് കർത്താവിന് സംസാരിക്കാനുണ്ട്. എന്താ എഫേസൂസിൻ്റെ സഭയുടെ പ്രത്യേകത? അത് ഭയങ്കര പ്രയത്നശാലി, ഒരുപാട് ക്ഷമയോട് ഉറച്ചു നിൽക്കുന്നു, കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുന്നു, കഷ്ടപ്പാട് സഹിക്കുന്നു, ദുഷ്ടന്മാരോട് അതിനെയൊക്കെ നേരെയാക്കാൻ ശ്രമിക്കുന്നു, അപ്പോസ്തലന്മാർ നടിക്കുന്നവരെ പരിശോധിച്ച് അവരെ തിരിച്ചറിയുന്നു, മാറ്റി നിർത്തുന്നു, വ്യാജം പറയുന്നവരെയൊക്കെ. അങ്ങനെ നന്നായിട്ട് അവിടെ കർത്താവിനോട് താല്പര്യമുണ്ട്. പക്ഷേ ആ സഭയെ ഒരു സ്പിരിറ്റ് ബാധിച്ചു. അതാണ് 4-5 വാക്യങ്ങൾ, 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന ഉത്സാഹം, സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു തീയാണ്, ഉത്സാഹമാണ്, താല്പര്യമാണ്, എടുത്ത് അതിനുവേണ്ടി എല്ലാം സഹിക്കാനുള്ള കഴിവാണ്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന ഉത്സാഹം, ആദ്യമുണ്ടായിരുന്ന തീഷ്ണത, ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിൻ്റെ കയ്യിൽ നിന്ന് പോയി, നീ അത് കൈവടിഞ്ഞു. അതിനാൽ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിൻ്റെ അടുത്ത് വന്ന് നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് ഞാൻ നീക്കിക്കളയും. ഐ വിൽ റിമൂവ് ദ കാൻഡിൽ സ്റ്റിക്ക്. എന്താ അതിൻ്റെ അർത്ഥം? ഒരുപാട് നന്മകളുള്ള സഭയാണ് എഫേസൂസിലെ സഭ. ഒരുപാട് ദൈവം എണ്ണി എടുത്തെടുത്ത് ആ സഭയുടെ നന്മ പറയുകയാണ്. അത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ദൈവസന്നിധിയിൽ. പക്ഷേ എല്ലാ നന്മയും ഇല്ലാതാക്കുന്ന ഒരു എന്താ പറയണത്, ഒരു കിങ്ങിലി ഈവിൾ, ഒരു രാജകീയ തിന്മ, നിരുത്സാഹം, തീഷ്ണതയില്ല, മന്ദത. ഇതാർക്കാ സംഭവിച്ചത്? ഒരിക്കലും ദൈവത്തെ അറിയാത്തവർക്കല്ല. ദൈവത്തെ അറിഞ്ഞ് കുറച്ചു ദൂരം മുന്നോട്ട് പോയതിന് ശേഷം സംഭവിച്ച കാര്യമാണ് ഈ നിരുത്സാഹം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പണ്ടത്തെ പോലെ തീയില്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ ഉത്സാഹമില്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ ആ എരിവില്ല, ഇപ്പോൾ പണ്ടത്തെ പോലെ ശുഷ്കാന്തിയില്ല. ഇങ്ങനെ ഒരു മട്ടിൽ
അത് പറ്റുമെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പതുക്കെ ചുവട് മാറുന്നുണ്ടോ എന്ന് അവനവൻ നന്നായി ആത്മപരിശോധന നടത്തണം. അത് ഒരു ഭീകരമായ തിന്മ, ഒരു സ്പിരിറ്റ് നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാനും നിങ്ങളും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ പരിചയമുള്ളൊരു ജോർജ് എന്ന് പറഞ്ഞൊരു ബ്രദറിൻ്റെ ഓർമ്മ വരികയാണ്. അദ്ദേഹം പറയുകയാണ് 15 വയസ്സ് വരെ നല്ല തീയായിരുന്നു. വെളുപ്പിന് എഴുന്നേൽക്കണം, വെളുപ്പിന് എഴുന്നേറ്റ് പള്ളിയിൽ പോകണം, പള്ളിയിൽ പോയാൽ കുർബാനയ്ക്ക് കൂടണം, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണം, ആദ്യ വെള്ളിയാഴ്ചകൾ, അതുപോലെ സന്ധ്യാപ്രാർത്ഥന, ഈശോയുടെ രൂപമൊക്കെ തുടച്ചു വെക്കണം, വീട്ടിലെ പ്രാർത്ഥനയ്ക്കൊക്കെ എരിവ്. ഇങ്ങനെ 15 വയസ്സ് വരെ അദ്ദേഹം തീയായിരുന്നു ഈശോയുടെ കാര്യത്തിൽ. എന്നാൽ അദ്ദേഹം പറയുകയാണ്, പിന്നീട് എന്തോ ഒരു കാര്യം വന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അലസത കയറി. അലസത, മടി, നിരുത്സാഹം. പതുക്കെ ദൈവിക കാര്യങ്ങൾ നകന്നകന്ന് പള്ളി പോകാതെയായി, പ്രാർത്ഥിക്കാതെയായി. അദ്ദേഹത്തിന് ജഡത്തിൻ്റെ സന്തോഷം മാത്രം, ലോകത്തിൻ്റെ സന്തോഷമായി. അങ്ങനെ ഇവിടുന്ന് അദ്ദേഹം UK പോയി. മദ്യപിക്കണം, ജോലി വരണം, പണം ഉണ്ടാക്കണം. അദ്ദേഹം പറയാണ്, പിന്നെ വൈദികരെ കാണുന്നത് തന്നെ കലിയാണ്. പള്ളി കണ്ടാൽ തന്നെ അത് കലിയാണ്. പള്ളി കാണുന്ന ഇഷ്ടമല്ല, റിലീജിയസ് ഡ്രസ്സ് ധരിച്ച സിസ്റ്ററിനെ കാണുന്ന ഇഷ്ടമല്ല. ഇതെല്ലാം തട്ടിപ്പാണെന്ന് തോന്നുകയാണ്, ഇതെല്ലാം വെറും കാപട്യമാണെന്ന് തോന്നുകയാണ്, ഇതെല്ലാം ബിസിനസ്സാണെന്ന് തോന്നുകയാണ്, ഇതെല്ലാം എന്തോ ഇതിൻ്റെ പുറകിലൊക്കെ വലിയ ലോബി ഇങ്ങനെ പ്രവർത്തിക്കുകയാണെന്ന്. ഇതൊക്കെ തട്ടിപ്പിൻ്റെയും കള്ളത്തരത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും ഇങ്ങനെ ഇതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അധോലോകം പോലെ ഈ പുള്ളിക്ക് ഇത് അനുഭവപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് അദ്ദേഹം അന്ന് തൊട്ട് പിന്നെ ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല, ഒരു ധ്യാനത്തിനും പോയിട്ടില്ല, ഒരു പ്രാർത്ഥനയ്ക്കും പോയിട്ടില്ല. അദ്ദേഹം ഇതിനെ ഭയങ്കരമായിട്ട് വിമർശിക്കും, എതിർക്കും, കലിയോടെ സംസാരിക്കും. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം തോന്നി ഇതെല്ലാം തച്ചുടച്ച് കളയണമെന്ന് തോന്നുകയാണ്. അത്രയും ഇദ്ദേഹത്തിന് ഇങ്ങനത്തുള്ള കാര്യങ്ങളോട് ഒരു അകൽച്ച വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഡോക്ടർ ജോൺ ഡി കൊല്ലം അവിടെ UK ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ആ ഭവനത്തിൽ ചെല്ലാനും കുറച്ച് നേരം വചനം പറയാനും പ്രാർത്ഥിക്കാനും ഇടവന്നു. അദ്ദേഹത്തിന് ഒരു രാത്രി 12 മണി വരെയൊക്കെ ഷെയർ ചെയ്ത് സംസാരിച്ച് വചനം പറഞ്ഞു പോന്നു. പ്രത്യക്ഷത്തിൽ ഒരു റിസൾട്ട് ഉണ്ടായില്ലെങ്കിലും ഡോക്ടർ ജോൺ തിരിച്ചു പോന്നു. അദ്ദേഹം കടക്കാനും പോയി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ആ ജോർജ് എന്ന് പറഞ്ഞ ആ വ്യക്തി പറഞ്ഞെങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകെയുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് മൂക്കറ്റ മദ്യപിക്കുക. ഇഷ്ടംപോലെ മദ്യം വീട്ടിൽ കൊണ്ട് സ്റ്റോക്ക് ചെയ്യും, മൂക്കറ്റ മദ്യപിക്കുക, ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ മുഴുകുക. ഇതല്ലാതെ ഒരു മൂല്യമില്ല, ഇതല്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് രാത്രി ദൈവം ഇടപെട്ടു. അന്ന് രാത്രി ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മാരക തിന്മകളുടെ മേൽ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ദൈവത്തിന് ശക്തമായ ഇടപെടലുണ്ടായി. നേരം വെളുത്തപ്പോൾ അദ്ദേഹം നേരത്തെ എഴുന്നേറ്റു. സാധാരണ ഒത്തിരി ലേറ്റായിട്ട് കടന്ന്, മദ്യപിച്ച് ഒത്തിരി ലേറ്റായിട്ട് കടന്ന് താമസിച്ച് എഴുന്നേറ്റ് പോകുന്നൊരു പ്രകൃതമാണ്. അദ്ദേഹം നേരത്തെ എഴുന്നേറ്റ് 5 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹം എഴുന്നേറ്റെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ജീവിത പങ്കാളി വിളിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന മദ്യം എല്ലാം എടുത്ത് ഒഴിച്ചു കളയുമ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഞാനിപ്പോൾ ഇത് പൊട്ടിച്ച് വാഷ് ബേസിനിൽ ഒഴിച്ച് കളയാണ്, പക്ഷേ ഞാൻ കുടി നിർത്തിയിട്ടൊന്നുമില്ല, നീ കുടി നിർത്തിയെന്ന് വിചാരിക്കരുത് എന്ന് ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ട് ഇതെല്ലാം പൊട്ടിച്ച് ഒഴിച്ച് അദ്ദേഹം അത് കളയാണ്. വേസ്റ്റ് വാഷ് ബേസിനിൽ ഒഴിച്ച് കളയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തെ എനിക്കറിയാം. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പോൾ തീഷ്ണമായിട്ട് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, പിന്നീട് ഇന്ന് വരെ അദ്ദേഹം മദ്യപിക്കാൻ തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് കർത്താവിനോട് ഭയങ്കരമായ ഒരു സ്നേഹം അങ്ങോട്ട് കൂടി. വെളുപ്പിന് എഴുന്നേൽക്കുന്നത് ആവേശമായി മാറി. ഇന്ന് ഞാൻ ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഈ ജോർജ് എന്ന് പറഞ്ഞ ഈ സഹോദരൻ ഞാൻ കാണാനും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാണാനും ഇവിടെ വന്നു. അദ്ദേഹം ഒരു ശുശ്രൂഷ, ഒരു ധ്യാനം ഉണ്ടെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് 6 മണിക്കൊക്കെ നേരത്തെ വന്ന് ആ കോമ്പൗണ്ട് മുഴുവൻ ക്ലീൻ ചെയ്യലും, ബാത്റൂമുകളൊക്കെ കഴുകി വൃത്തിയാക്കലും, അവിടുത്തെ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് കത്തിക്കലും, എല്ലാ ജോലികളും അദ്ദേഹം തന്നെ ചെയ്യും. ബാക്കി ആളുകൾ വരുമ്പോൾ ആളുകൾക്കുള്ള സർവീസ് എല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കും. ഈവനിങ് ധ്യാനം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബാക്കി ക്ലീനിങ് എല്ലാം അദ്ദേഹം തന്നെ ചെയ്യും. ഇതെല്ലാം അദ്ദേഹം സ്വന്തം റിസ്കിൽ അദ്ദേഹം തന്നെ ചെയ്യുകയാണ്. എന്നിട്ട് വൈദികരെ മാക്സിമം അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യും. എന്ന് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് ഒരു വൈദികനെ കാണുന്നത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഒരു ദേവാലയത്തിൽ ഒരു വിശുദ്ധ കർമ്മത്തിന് പങ്കെടുക്കാൻ സാധിക്കുന്നൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എനിക്കിന്ന് ഒരു ധ്യാനം വരുന്നുണ്ടെന്ന് കേട്ടാൽ അതിനുവേണ്ടി എന്ത് നഷ്ടം, എത്ര പണമോ സമയമോ ആരോഗ്യമോ എന്ത് നഷ്ടപ്പെടുത്താൻ എനിക്ക് തയ്യാറാണ്. അത്ര എനിക്ക് ആവേശമാണ് ഇന്ന് ദൈവവചന സംബന്ധമായ കാര്യങ്ങൾ, പ്രാർത്ഥനാ സംബന്ധമായ കാര്യങ്ങൾ, ദൈവത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഇന്ന് എനിക്ക് ആവേശമാണ്. പക്ഷേ അദ്ദേഹം പറയാണ്, എന്നാൽ 15 വയസ്സ് തൊട്ട് 10, 35, 40 വയസ്സ് വരെ ഒരു നിശ്ചിത കാലഘട്ടം ദൈവം വേണ്ടാത്തൊരു, ദൈവത്തെ താല്പര്യമില്ലാത്തൊരു കാലമായിരുന്നു. ദൈവത്തെ വേണ്ടാത്ത ജഡത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു ഞാൻ. അദ്ദേഹം പറയുകയാണ്, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, ദൈവമില്ല,
കുടുംബത്തിൽ അനുസരണയില്ല, ഒന്നിനും താല്പര്യമില്ലാത്തൊരു കാലഘട്ടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആരുടെ ജീവിതത്തിലേക്കും വരാം. വൈദികരുടെ ജീവിതത്തിലേക്ക് ഈ അവസ്ഥ വരാം. പക്ഷേ ഇത് കയറിപ്പിടിക്കുന്നത് നമ്മൾ അറിയുകയില്ല. ലൊറൻസോ സ്കൂപ്പോളി എന്ന ആ ഗ്രന്ഥകാരൻ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ക്രിസ്തീയ പരിപൂർണതയിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, ക്രിസ്തീയ പരിപൂർണതയിലേക്കുള്ള പുരോഗതിയെ തടയുകയും ശത്രുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതുമായ ഉപേക്ഷ എന്ന വിനാശകരമായ തിന്മയിൽ വീഴാതിരിക്കുന്നതിന് എല്ലാ തരത്തിലുള്ള ജിജ്ഞാസകളിൽ നിന്ന് ഓടി അകലണം. എന്താണ്? ക്രിസ്തീയ പരിപൂർണതയിലേക്കുള്ള പുരോഗതിയെ തടയുകയും ശത്രുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉപേക്ഷ എന്ന വിനാശകരമായ തിന്മയിൽ വീഴാതിരിക്കാൻ എല്ലാ തരത്തിലുള്ള ജിജ്ഞാസകളിൽ നിന്നും നിങ്ങൾ ഓടി അകലണം. അവിടെ എന്താണ്, ഇവിടെ എന്താണ്, ആ ചാനലിൽ എന്താണ്, ഈ സൈറ്റിൽ എന്താണ്, ആ പോസ്റ്റ് എന്താണ്, ആ ഫേസ്ബുക്കിൽ അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഓൺലൈൻ പത്രത്തിൽ എന്താ പറയണത്, എല്ലാത്തിൻ്റെയും പുറകെ കാണുന്നതിനെല്ലാം കൈ നീട്ടരുത്. ഏതുറവെന്നും കുടിക്കരുത്. നിൻ്റെ കർത്താവ് നിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വലിയ ആ ഒരു കാര്യത്തിൻ്റെ താല്പര്യം നിന്നിൽ നശിപ്പിച്ച് കളയുന്ന കാര്യം നിൻ്റെ ശരീരത്തിൽ നിന്ന്, ലോകത്തിൽ നിന്നും, പിശാചിൽ നിന്ന് നിനക്ക് ലഭിക്കും. അതുകൊണ്ട് ഉപേക്ഷ എന്ന വിനാശകരമായ തിന്മയിൽ വീഴാൻ ഇടവരും. ഉപേക്ഷ എന്ന വിനാശകരമായ തിന്മ പിടികൂടി എന്താ? പിന്നെ പ്രാർത്ഥന മാറ്റിവെക്കാൻ തോന്നും, പിന്നെ പള്ളിപ്പോക്ക് മാറ്റിവെക്കാൻ തോന്നും, പിന്നെ ബൈബിൾ വായന മാറ്റിവെക്കാൻ തോന്നും, പിന്നെ ജപമാല എല്ലാം മാറ്റിവെക്കാൻ തോന്നും. ഉപേക്ഷ എന്ന വിനാശകരമായ തിന്മ, ആ തിന്മയുടെ കയ്യിൽ ചെന്ന് വീഴാതിരിക്കാൻ എല്ലാ ജിജ്ഞാസകളിൽ നിന്ന് ഓടിയകലണം. അവിടെ എന്താണ്, ഇവിടെ എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ആഗ്രഹം, ഒരു കൗതുകം, അലസമായ ചുറ്റിക്കറക്കം. ഇന്നിപ്പോൾ നടന്ന് ചുറ്റിക്കറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ സൈറ്റുകളിലൂടെ എല്ലാം, ഫേസ്ബുക്കിലൂടെ എല്ലാം, വാട്സപ്പ് എല്ലാ കാര്യത്തിലും പോയി തലയിട്ട് നോക്കുക. നിസ്സാരമായ ജൽപ്പനങ്ങൾ, ആവശ്യമില്ലാതെ വിലകെട്ട സംസാരങ്ങൾ പോലും നമ്മളെ ദുർബലപ്പെടുത്തി കളയും. വ്യർത്ഥ ഭാഷണം, വായിൽ നോട്ടം തുടങ്ങിയ എല്ലാം, അതുപോലുള്ള എല്ലാം തീർത്തും വർജിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു നിലവാരമില്ലാത്തത്, ഒരു വിലകെട്ടതുമായ എല്ലാ തരത്തിലുള്ള ചിന്താരീതികളും വ്യാപാര രീതികളും എല്ലാം നമ്മൾ തീർത്തും വർജിക്കണമെന്ന് അദ്ദേഹം നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ലൊറൻസോ സ്കൂപ്പോളി അദ്ദേഹം നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞത് എങ്ങനെയാണ്? ഭൗമികമായവയിൽ നിന്നും നിങ്ങളുടെ പദവിക്ക് ഒട്ടും ചേരാത്ത എല്ലാ തന്നിഷ്ട പ്രവൃത്തികളിൽ നിന്നും, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ചെയ്യുന്നു എന്ന മനോഭാവത്തിൽ നിന്നും നിങ്ങളെ തന്നെ ചീന്തി മാറ്റണം. വെട്ടി മാറിപ്പോണമെന്നാണ് പറയണത്. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യത്. ഒരു 10ാം ക്ലാസ് 11ാം ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ചില പീഡങ്ങൾ പിടികൂടും. അത് ആത്മനാശത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് പറയണത്. നിങ്ങളതൊന്ന് വെട്ടി മാറി പോകണമെന്നാണ് പറയണത്. നേരെ നിങ്ങൾ തിരിഞ്ഞു പോകണം, നിങ്ങളെ ചീന്തി മാറ്റണം. ഇതിൽ വിട്ടുവീഴ്ച ഒട്ടും പാടില്ല സഹോദരങ്ങളെ. വീണ്ടും ലൊറൻസോ സ്കൂപ്പോളി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ തുടരുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ, ഒരു ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ആത്മീയമായ കാര്യത്തിൽ എന്ത് അറിയോ, വെച്ച് താമസിപ്പിക്കുക. ചെയ്യേണ്ട ഓരോ ജോലി ആ സമയത്ത് തന്നെ ഉത്സാഹത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ആത്മീയമായി നിങ്ങൾ ദൈവത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയും വെച്ച് താമസിപ്പിക്കരുത്. ആദ്യത്തെ ചെറിയ താമസം രണ്ടാമത്തെ കുറച്ചുകൂടി വലിയതിലേക്ക് നയിക്കും, രണ്ടാമത്തത് കുറച്ചും കൂടി വലിയ മൂന്നാമത്തതിലേക്ക് നയിക്കും. അങ്ങനെ മുന്നോട്ട് നിങ്ങൾ പോയിക്കൊണ്ടേ എന്ന് പറഞ്ഞാൽ വെച്ച് താമസിക്കും. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി എന്തായി? ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവൻ അകറ്റപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് നിങ്ങൾക്ക് കൈവിട്ട് പോകും. നീ ചെയ്യുമായിരിക്കും, രാവിലെ ചെയ്യേണ്ട പ്രാർത്ഥന 10 മണിക്ക് ചെയ്യും, 10 മണിക്ക് ചെയ്യേണ്ട പ്രാർത്ഥന ഉച്ചയ്ക്ക് ചെയ്യും, ഉച്ചയ്ക്ക് ചെയ്യേണ്ട രാത്രി, അങ്ങനെ ചെയ്ത് നീട്ടി കൊണ്ടുപോയാൽ എന്താ? നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഇവിടെ സ്വർഗരാജ്യത്തിലെ വിരുന്ന്, അവർക്ക് ആ പാടത്തേക്കൊന്ന് പോകണം, ഇച്ചിരി വെള്ളം തിരിക്കണം, അല്ലെങ്കിൽ ആ കാളേനെ നോക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ സമയത്ത് ചെയ്ത് തീർന്നെങ്കിൽ ഇതിന് മുമ്പേ തീർന്നവർക്ക് നേരത്തെ പോകാമായിരുന്നു. ഇതൊക്കെ ഇവർക്ക് ഇൻവിറ്റേഷൻ നേരത്തെ കിട്ടിയിട്ടുള്ളതല്ലേ. അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് എന്തായി? ഏറ്റവും പ്രധാനപ്പെട്ട അവർ കൈവിട്ടു പോയി. ഏറ്റവും പ്രധാനപ്പെട്ടവരിൽ നിങ്ങൾ അയോഗ്യരായി മാറും. ലോറൻസോ സ്കൂപ്പോളി പറയാണ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി വെച്ച് താമസിപ്പിക്കരുത്.
ആദ്യത്തെ ചെറിയ താമസം രണ്ടാമത്തേൽ വലിയ താമസത്തിലേക്ക്, രണ്ടാമത്തേത് മൂന്നാമത്തേലേക്ക് നീട്ടി നീട്ടി ഏറ്റവും അവസാനം പറയുന്നത് ദൈവത്തെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലെത്തിക്കും. ഏറ്റവും എൻ്റെ ലാസ്റ്റ് നെറ്റ് റിസൾട്ട് ഇതാണ്. ഈ ഉപേക്ഷയുടെ അലസത നിറഞ്ഞ ജീവിതത്തിൻ്റെ അലസത നിറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ലഭിക്കാവുന്ന നെറ്റ് റിസൾട്ട് ഇതാണ്. ഏറ്റവും അവസാനം ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ ആത്മാവ് എത്തിച്ചേരും. നിങ്ങളുടെ ജഡം നിങ്ങൾ നിർബന്ധിക്കും. എതിർക്കാൻ പറ്റാത്ത വിധം നിങ്ങളൊരു നുകത്തിൻ്റെ ഉള്ളിലാവും. ആ ജോർജ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അനേകം പേരുടെ ആ ജോർജിൻ്റെ അമ്മയുടെ പ്രാർത്ഥന, കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന, ഡോക്ടർ ജോൺ ഡി കൊല്ലത്തിൻ്റെ പ്രാർത്ഥന, എല്ലാവരുടെ അനേക ശുശ്രൂഷകരുടെ പ്രാർത്ഥന, ദൈവം കരുണ തോന്നി രക്ഷിച്ചു. ഒരു അത്ഭുതം വഴി ദൈവം അദ്ദേഹത്തെ രക്ഷിച്ചു. ഇന്ന് അദ്ദേഹം അതുകൊണ്ട് പ്രാശ്ചിത്വം എന്ന പോലെ അദ്ദേഹത്തെ അദ്ദേഹം പറയുകയാണ് ഇനി മാക്സിമം അദ്ദേഹം കർത്താവിന് വേണ്ടി അത്രയും ആവേശമാണ് ഇന്ന് ദൈവിക ശുശ്രൂഷ. അദ്ദേഹം UK നിന്ന് അദ്ദേഹം അതുപോലെ ആവേശത്തോടെ ശുശ്രൂഷ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോറൻസ് സ്കൂപ്പോളി വീണ്ടും പറയുകയാണ്, ആരംഭത്തിൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ ഉപേക്ഷ തുടക്കത്തിൽ സിമ്പിളായിരിക്കും. എന്താ, ഒരു മാതാപിതാക്കന്മാർ പറയുമ്പോൾ താല്പര്യമൊന്നുമില്ല, സന്ധ്യാപ്രാർത്ഥനയിൽ കയറാൻ താല്പര്യമില്ല, അതായിരിക്കും ആദ്യം ചിലപ്പോൾ വരാൻ പോണത്. അല്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ താല്പര്യം തോന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ കൊന്ത നാളെ ചെല്ലാമെന്ന് വിചാരിക്കും. യാമപ്രാർത്ഥനയൊക്കെ മാറ്റി വെക്കാൻ തോന്നും. ഇന്നിപ്പോൾ തണുപ്പല്ലേ, ഇന്നിപ്പോൾ ഗസ്റ്റ് വന്നിരിക്കേണ്ട ദിവസമല്ലേ, ഇന്നിപ്പോൾ ഈ പ്രോഗ്രാം നടക്കുകയില്ല, ഇന്നിപ്പോൾ നമ്മൾ നമ്മൾ കണ്ടത് വിമല ഹൃദയ പ്രതിഷ്ഠ കൂടിയതല്ലേ, അതുകൊണ്ട് ഇന്ന് സന്ധ്യാപ്രാർത്ഥന മാറ്റി വെക്കാം. ഒരു ചെറിയ ഉപേക്ഷയാണ് ഉപേക്ഷ. ഇന്ന് നാളെ തിരുനാളല്ല, അതുകൊണ്ട് ഇന്ന് ഉപേക്ഷ. ആരംഭത്തിൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും ഉപേക്ഷ ഇഴഞ്ഞു കയറി വരണത്. സാവകാശം എല്ലായിടത്തും അത് കയറി പിടുത്തം മുറുക്കും, പടരും, മനസ്സിൽ വിഷം പടർത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഈ ചെറിയ അലസതയുടെ പ്രവൃത്തി കയറി വരുമ്പോൾ എന്താ വെച്ചാൽ പൂച്ച കുഞ്ഞ് കയറി വരുന്ന പോലെയാണ്. ആദ്യം കുഞ്ഞൊരു പൂച്ചക്കുഞ്ഞ് കയറി വരും, പിന്നെ പൂച്ചയുടെ തള്ളയും കൂടെ വന്നു തരും, പിന്നെ അത് പോയി ഒരു പാമ്പിനെ എടുത്തുകൊണ്ട് വരും. ഇങ്ങനെ അത് നമ്മുടെ മുച്ചൂട് നശിപ്പിച്ച് കളയും ഉപേക്ഷയുടെ പ്രവൃത്തികൾ. അത് വളരെ ബുദ്ധിമുട്ടുള്ള വിധത്തിലാണ് ആദ്യത്തെ പ്രവേശനം. എന്നാൽ പ്രവേശിച്ചു കഴിഞ്ഞാലോ ഉപേക്ഷ സാവകാശം എല്ലായിടത്തേക്കും കത്തിപ്പടരും, മനസ്സിൽ വിഷം പടർത്തും. മാത്രമല്ല എല്ലാ തരത്തിലുള്ള അധ്വാനത്തോടും സകലവിധ ആത്മീയ പ്രവൃത്തിയോടും അനുസരണയോടും വിധേയത്വത്തോടും എതിർപ്പ് ജനിപ്പിക്കും. അങ്ങനെ മനസ്സിനെ അന്ധമാക്കും. അനുസരണം, വിധേയത്വം, കഠിനാധ്വാനം, പ്രാർത്ഥന, എല്ലാ തരത്തിലുള്ള ആത്മീയ പ്രവർത്തികളോടും എതിർപ്പ് ജനിപ്പിക്കും. ഇതിപ്പോൾ എന്തിനാണ് ചെയ്യണത്? ഇപ്പോൾ എന്തിനാണ് പള്ളി പോണത്? അതിപ്പോൾ എന്താ ഈ അച്ഛൻ പറയുന്നത് എന്തിനാണ് കേൾക്കണത്? ഇതിപ്പോൾ ശരിയാണോ? ആ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താ ഉള്ളിലിരിക്കുന്ന ഈ ആ പുരാതന സർപ്പമാണത് സംസാരിക്കുന്നത്. എതിർപ്പ് ജനിപ്പിക്കും, മനസ്സിനെ അന്ധമാക്കും. അങ്ങനെ ഈ അലസ മനോഭാവത്തെ പിന്താങ്ങുന്ന നിരവധി വാദമുഖങ്ങൾ നിങ്ങളിൽ തന്നെ രൂപപ്പെടും. ഇത് പുറത്തുനിന്ന് ഒരാൾ പറയണതല്ല, പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് രൂപപ്പെട്ടു വരും. അങ്ങനെ ഈ അലസ മനോഭാവത്തെ പിന്താങ്ങുന്ന, ദൈവമില്ലാത്ത ജീവിതത്തിന് നിങ്ങളെ ബലപ്പെടുത്തുന്ന നിരവധി വാദമുഖങ്ങൾ നിങ്ങളിൽ തന്നെ രൂപപ്പെട്ട് വരും. ക്രമേണ ഇത്തരം വാദങ്ങളുടെ കപടതയും നിരർത്ഥകതയും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ മനസ്സിൽ ഇരുട്ട് മൂടും, മൂഢത ബാധിക്കും. നിങ്ങളുടെ മനസ്സിൽ കട്ട ഇരുട്ട് വന്നു കൂടും. അതാണ് പറയണത്, മനസ്സിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. മനസ്സിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് കട്ട് ഓഫ്. അത്രമാത്രം ഗുരുതരമായ തകർച്ച കൊണ്ടുവരുന്ന ഒരു ജഡിക പ്രവണതയാണ് ശരീരത്തിൻ്റെ, നമ്മുടെ അധപ്പതിച്ച പ്രകൃതി ഉണ്ടല്ലോ, മനുഷ്യ പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ വേണ്ട, പിന്നെ നാളെ പിന്നെ ചെയ്യണ്ടെന്ന് പറയുന്നില്ല. പിന്നെ ഈ പ്രാർത്ഥന ചെല്ലുന്നല്ലോ, യാമപ്രാർത്ഥന അത് ഇച്ചിരി കഴിഞ്ഞിട്ട് ചെയ്യാം. 9 മണിയുടെ യാമപ്രാർത്ഥന 9:30 ചെയ്യാം. ചെയ്യണ്ടെന്ന് പറയുന്നില്ലല്ലോ. എല്ലാം നീട്ടിവെക്കുക. അലസത, ഉപേക്ഷ, നിരുത്സാഹം, മന്ദത. അങ്ങനെ വരുമ്പോൾ ദൈവിക കാര്യമാണ്. ദൈവത്തെ വേണ്ടാത്ത ജഡമാണത്. ഈ അധപ്പതിച്ചത് ഫോളൻ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ്റെ ഈ ഹ്യൂമൻ നേച്ചർ, ഫോളൻ നേച്ചർ എന്താ? ദൈവത്തെ ഉപേക്ഷിക്കുക, ദൈവത്തെ വേണ്ട.
ദൈവമില്ലാത്ത ഒരു വ്യവസ്ഥിതിയാണ് അത് ദാഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ അവസാനത്തെ സ്റ്റേജ് ഹോസി 5:12 പോലെയാവും. ഇപ്പോൾ ഞാൻ എഫ്രായിമിന് കീടം പോലെയും യൂദാ ഭവനത്തിന് വ്രണം പോലെയും. എന്താ കീടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ നല്ലൊരു ജ്യൂസ് എടുത്ത് വരിക, ജ്യൂസിനകത്ത് ഒരു ഈച്ച ചത്ത് കിടക്കണം. എന്താ ചെയ്യുക? നിങ്ങളുടെ എൻജോയ്മെൻ്റ് എല്ലാം നശിപ്പിക്കുന്ന സാധനമാണ്. അതിൽ എത്ര ഇവിടെ നിന്ന് എടുത്തു കളയണം. ദൈവം അങ്ങനെയായി മാറും ജീവിതത്തിൽ. നമ്മൾ ഈ ഉപേക്ഷയുടെ ഭീകരാവസ്ഥ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ദൈവം അവസാനം ദൈവത്തെ വേണ്ടാത്ത ജഡം നമ്മുടെ മേൽ ഭരണം നടത്താൻ തുടങ്ങും. അപ്പോൾ ദൈവം എന്താവും? ദൈവം ഒരു അനാവശ്യ വസ്തുവാകും. അപ്പോൾ ഈ നമ്മുടെ ഭക്ഷണത്തിൽ കിടക്കുന്ന തലമുടി എടുത്ത് കളയണത് പോലെ, നമ്മുടെ കറിയിൽ കിടക്കുന്ന തലമുടി എടുത്ത് കളയണത് പോലെ, അല്ലെങ്കിൽ ജ്യൂസിൽ കിടക്കുന്ന ഈച്ചേനെ എടുത്ത് കളയണത് പോലെ, ഇപ്പോൾ ഞാൻ എഫ്രായിമിന് കീടം പോലെയായി മാറി. അവനിപ്പോൾ പഠിച്ചു, അവനിപ്പോൾ എന്തായി? ഞാനിപ്പോൾ എഫ്രായിമിന് കീടം പോലെയായി എന്ന് ദൈവത്തിൻ്റെ വേദന പറയും. അടുത്തത് യൂദായ്ക്ക് വ്രണം. എന്താ വ്രണത്തിൻ്റെ പ്രത്യേകത? രാത്രിക്ക് വ്രണം കിടന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. എൻജോയ്മെൻറ്റിന് തടസ്സമാണത്. എത്രയും പെട്ടെന്ന് അത് പെട്ടെന്ന് ക്യൂർ ആകേണ്ട സംഗതിയാണ്. അതവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇതുപോലെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ലാത്ത നമ്മുടെ എൻജോയ്മെൻറ്റിന് തടസ്സം വരുന്ന, നമ്മുടെ സന്തോഷം മുഴുവൻ കെടുത്തി കളയുന്ന ഒരു അനാവശ്യ ശല്യമായി ദൈവം മാറും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ വെറുതെ അങ്ങനെ പെട്ടെന്ന് ഒരു തോന്നൽ എഴുതിയതെന്ന് വിചാരിക്കേണ്ട. ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രവണത അറിയുന്ന, അതപ്പതിച്ച മനുഷ്യപ്രകൃതിയെ അറിയുന്ന, ദ ഫോളൻ നേച്ചർ അറിയുന്ന, മനുഷ്യപ്രകൃതത്തെക്കുറിച്ച് അറിയുന്ന ദൈവം തന്നെ നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണിത്. നമ്മുടെ അടിസ്ഥാന പ്രകൃതിയാണ് വെളിപാട് 3:17 പറഞ്ഞത്. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കെല്ലാം ഉണ്ട്, എനിക്കിനി ആവശ്യമില്ല. വിരുന്നിന് വിളിച്ചവർ പറയണത് പോലെ. എന്താ വിരുന്നിന് വിളിച്ചവർ പറഞ്ഞത്? എനിക്ക് നേരെയില്ല, എനിക്ക് ആ വിരുന്ന് വേണ്ട. ഒരു മനുഷ്യൻ വിളിച്ച് പറഞ്ഞ പശ്ചാത്തലത്തിൽ ഈശോ അത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, മനുഷ്യൻ പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവർ ഭാഗ്യവാൻ. അപ്പോഴാണ് പറഞ്ഞത്, അത് ശരി, കുറച്ച് പേർക്ക് അങ്ങനെ, എന്നാൽ ഒരുപാട് പേരുടെ സ്ഥിതി ഇതുപോലെയാവും എന്ന് പറഞ്ഞു. അതിൻ്റെ മൂല കാരണം കിടക്കുന്നതാണ് ഉപേക്ഷ, അലസത, താല്പര്യക്കുറവ്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയുടെ സമയമിതാ, മാലാഖവൃന്ദം അണിനിരന്നു. യേശുനാഥൻ മഹിമ പ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധനയുടെ സമയമിതാ, മാലാഖവൃന്ദം അണിനിരന്നു. യേശുനാഥൻ മഹിമ പ്രതാപനായി എഴുന്നള്ളുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവിലുള്ള വിശ്വാസം നല്ല ബോധ്യത്തോടെ ഹൃദയത്തിൽ തട്ടി നമുക്ക് ഉച്ചത്തിൽ പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലും ആത്മാവിന്റെ ശക്തമായ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ. തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ. അന്ധകാര പീഡകൾ വിട്ടുമാറി പോകട്ടെ. ദുർബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. കുടുംബങ്ങൾ ഉണരട്ടെ. ദേശാന്തരങ്ങൾ ഉണരട്ടെ. മന്ദത മാറട്ടെ. മരവിപ്പ് മാറട്ടെ. അലസത മാറട്ടെ. എല്ലാ മന്ദിപ്പും മാറട്ടെ. ആത്മീയ ആലസ്യം വിട്ടുപോകട്ടെ. ഓ പരിശുദ്ധ ശക്തി, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ. അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ, 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 റൂഹായേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തിനിയ പ്രാർത്ഥന നമുക്ക് ഭക്തിപൂർവ്വം ചൊല്ലാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ നീരുറവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദപരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. ഈ സമയം നമുക്ക് എളിമപ്പെടാം. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവം തിരഞ്ഞെടുത്താൽ, ദൈവം വിളിച്ചാലും നമ്മുടെ നിരുത്സാഹം കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവരെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. വിശുദ്ധ ഗ്രിഗറി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധരായി രക്ഷിക്കപ്പെടേണ്ടവർ അപൂർണരായ ആത്മാക്കളായി രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. വിശുദ്ധരായി രക്ഷിക്കപ്പെടേണ്ടവർ അപൂർണരായ ആത്മാക്കളായി രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അലസതയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സമയം നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ വളരെ എളിമയോടുകൂടെ എഴുന്നേറ്റ് നിന്ന്, കർത്താവെ, ഉറകട്ട് പോയ ഉപ്പിനെ പോലെയാണ്, തീകെട്ടുപോയ വിളക്ക് പോലെയാണ്. തീഷ്ണതയില്ല, ഊർജ്ജസ്വലതയില്ല, ശുഷ്കാന്തിയില്ല, ഉത്സാഹവും ഇല്ല, മന്നിപ്പാണ് കർത്താവ്. എപ്പോഴും നീട്ടിവെക്കുകയാണ് ആത്മീയ കാര്യങ്ങൾ. എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കാൻ വരണമേ കർത്താവെ. അങ്ങ് ആഗ്രഹിക്കുന്ന അതേ തീഷ്ണതയിൽ, അതേ ഡിഗ്രിയിൽ അങ്ങയുടെ മുമ്പിൽ കത്തി ജ്വലിക്കാൻ എന്നെ സഹായിക്കണമേ. ഉറകെട്ടുപോയ പാണു ഞാൻ, തീ കെട്ടുപോയ വിളക്കാണു ഞാൻ. ഉറകൂട്ടുവാനായി ആരുവരും എന്നിൽ തീ കൂട്ടുവാനായി ആരുവരും. ഉറകെട്ടുപോയ ഉപ്പാണു ഞാൻ, തീ കെട്ടുപോയ വിളക്കാണു ഞാൻ. ഉറകൂട്ടുവാനായി
അഭിഷേകം നീ തരൂ യേശുവേ നീ വരൂ ആ സ്നേഹം നീ തരൂ ആത്മനേ നീ വരൂ അഭിഷേകം നീ തരൂ ആകാശത്തിൽ അഗ്നിസ്വരൂപനാ ഹൃദയത്തിൽ ജീവജലത്തിൻ അരുവിയാ ആകാശത്തിൽ അഗ്നിസ്വരൂപനാ ഹൃദയത്തിൽ ജീവജലത്തിൻ അരുവിയാ ആയിരം ആയിരം വിശ്വാസികളിൽ ആദ്യ സ്നേഹത്തിൻ വീണ്ടും ജനനമാ ആയിരം ആയിരം വിശ്വാസികളിൽ ആദ്യ സ്നേഹത്തിൻ വീണ്ടും ജനനമാ യേശുവേ നീ വരൂ ആ സ്നേഹം നീ തരൂ ആത്മനേ നീ വരൂ അഭിഷേകം നീ തരൂ യേശുവേ നീ വരൂ ആ സ്നേഹം നീ തരൂ ആത്മനേ നീ വരൂ അഭിഷേകം നീ തരൂ അഭിഷേകം കരങ്ങൾ ഉയർത്തി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധന 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 ഹൃദയങ്ങളിലേക്ക് ഇടപെടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന ഈശോയെ ആരാധന. തുടർന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഭക്തിപൂർവ്വം മുട്ടുമേൽ നിന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ ബോധപൂർവം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ,
ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മെ തന്നെ പിതാവായ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. അഭിഷേകം നീ തരൂ, അഭിഷേകം നീ തരൂ, അഭിഷേകം നീ തരൂ, അഭിഷേകം നീ തരൂ. പരിശുദ്ധ മാതാവിൻ്റെ ഇരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആദിമാതാവിൻ പാപപ്പിഴയാ ആത്മാവിൻ മുറിവേറ്റ മക്കൾ നസ്രത്തിലെ നിൻ സമ്മതമൊഴിയായി അഷ്ടസ്വർഗം വീണ്ടെടുത്തു. നസ്രത്തിലെ നിൻ സമ്മതമൊഴിയായി സ്വർഗം വീണ്ടെടുത്തു. കൃപയായി നിത്യജീവൻ സ്വന്തമാക്കി. ആവേ